സുഹൃത്തെ, നിങ്ങൾക്ക് തോന്നാറുണ്ടോ എനിക്ക് ചെറുപ്പം മുതലേ ഒറ്റപ്പെട്ടുകൊണ്ടുള്ള ഒരു ലൈഫായിരുന്നു, ഞാൻ ഇന്നും അങ്ങനെ തന്നെയാണ്, എനിക്കിതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കുമോ എന്നൊക്കെയുള്ള ചില സംശയങ്ങൾ. ഇവർക്ക് ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർക്ക് ഞാൻ എന്നും തനിച്ചാണെന്നുള്ളൊരു തോന്നലായിരിക്കും. എൻ്റെ കൂടെ ആരുമില്ല, ഞാൻ എന്താ ഇങ്ങനെ ആയിപ്പോയത് എന്നൊക്കെയുള്ള തോന്നലായിരിക്കും. ഇവർക്ക് ഇതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനെ പോയാൽ ശരിയാവുമോ എന്നുള്ള ചില സംശയങ്ങളായിരിക്കും എന്നും ഉള്ളിൽ. ഇത് ഒരു കാറ്റഗറി ആൾക്കാരാണ്. ഇവർ കുറച്ചൊരു ഇൻട്രോവേർട്ട് ടൈപ്പ് ആളുകളായിരിക്കും. 31 വയസ്സുള്ള ഒരാളെ കണ്ട് പരിചയപ്പെട്ടപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നിയത്. അയാൾ പറയായിരുന്നു, ചെറുപ്പം മുതലേ ഒറ്റപ്പെട്ടുകൊണ്ടുള്ള ഒരു ലൈഫായിരുന്നു, ഇന്നും അങ്ങനെയൊക്കെ തന്നെ പോകുന്നു, എനിക്കൊരു മാറ്റം വേണം, എന്താ ചെയ്യാൻ പറ്റുക എന്നൊരു ചോദ്യം. അപ്പോൾ ഞാൻ ഇയാൾക്ക് കുറച്ച് അവയർനെസ്സുകൾ കൊടുത്തു. അതോടുകൂടി ഇതൊരു പ്രശ്നമല്ല എന്ന് അയാൾക്ക് തോന്നി തുടങ്ങി. അപ്പോൾ ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. നിങ്ങൾക്കും ഇങ്ങനെ ചില ഞാൻ ഒറ്റപ്പെടുന്നു എന്നുള്ള തോന്നുന്ന ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്കതിൻ്റെ സൊല്യൂഷൻസ് നോക്കാം. നിങ്ങളെ ചെറുപ്പകാലം മുതലേ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് അങ്ങനെയുള്ള തോന്നലുകൾ വരാനുള്ള റീസൺ, നിങ്ങൾ ചെറുപ്പകാലം മുതലേ ജീവിച്ച് വളർന്നത് ഒരു ക്ലോസ്ഡ് സർക്കിളിൻ്റെ ഉള്ളിലായിരിക്കും. ചെറുപ്പകാലം മുതലേ ഇത്തരക്കാർ ജീവിച്ച് വളർന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരു അക്വറേറ്റിലൊരു മീൻ ഇങ്ങനെ പെട്ട് കിടക്കുന്ന പോലെ ചിന്തിച്ചു നോക്കൂ. അതുപോലെ ഇവരുടെ കുടുംബക്കാരാണെങ്കിലും ഇവരുടെ പാരൻസ് ആണെങ്കിലും അധികം ഒരു ബന്ധമില്ലാത്ത രീതിയിൽ, അധികം കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ, അധികം പുറത്തേക്കൊന്നും വിടാത്ത രീതിയിൽ എന്തൊക്കെയോ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന കുറെ ആളുകളുടെ ഇടയിൽ ജീവിച്ച ഒരവസ്ഥയായിരിക്കും ഇവർക്കുണ്ടാവുക. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവരുടെ പാരൻസിൽ നിന്ന് തന്നെയാണ്. ചിലപ്പോൾ ഇവരുടെ അമ്മയ്ക്ക് ഇവരുടെ അച്ഛനെ ഭയങ്കര പേടിയായിരിക്കും. ചിലപ്പോൾ ഇവരുടെ അമ്മയും അച്ഛനും കുടുംബക്കാരെ വല്ലാതെ പേടിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ആ സമൂഹത്തിനെ വല്ലാതെ പേടിച്ചുകൊണ്ടിരിക്കും. അധികം അവർ ആളുകളായിട്ടൊന്നും അധികം കോണ്ടാക്ട് ഒന്നും വെക്കില്ല. വെറുതെ എന്തിനാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ച് സംസാരിക്കാനൊന്നും പോയില്ല. ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതൊക്കെ നെഗറ്റീവായിട്ടുള്ള ചില ടോക്കുകളായിരിക്കും എന്നും ഇവർ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ട് വളരുന്ന നിങ്ങളാവുന്ന ഈ കുട്ടി കുറച്ച് കഴിയുമ്പോൾ എന്ത് വിചാരിക്കുന്നറിയോ, ആളുകൾക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഒരുപാട് കോണ്ടാക്ട്സ് ഒന്നും വെക്കണ്ട, ഇങ്ങനെയൊക്കെ തന്നെ ജീവിച്ച് പോയാൽ മതി എന്നുള്ള രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ നിങ്ങളിങ്ങനെ ഭയന്നുകൊണ്ടിരിക്കും. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങുന്നറിയോ, നിങ്ങളുടെ ഒബ്സർവേഷൻ ക്വാളിറ്റി ഭയങ്കരമായിട്ട് കൂടും. സംസാരം കുറയുന്നു, ഒബ്സർവേഷൻ ക്വാളിറ്റി കൂടുന്നു. അപ്പം എന്താ സംഭവിക്കുക, നിങ്ങൾ കുറച്ചൊരു ഇൻട്രോവേർട്ട് ക്യാരക്ടറിലേക്ക് ഇങ്ങനെ ചുരുങ്ങും. പക്ഷെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഐഡിയകൾ ഉണ്ടാവും, നല്ല ബുദ്ധിശക്തിയൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങളെ മനസ്സിലാക്കാൻ എല്ലാവർക്കും സാധിച്ചെന്ന് വരില്ല. അവരൊക്കെ പറയും, അവനധികം സംസാരിക്കില്ല, അല്ലെങ്കിൽ അവൾ അധികം സംസാരിക്കില്ല, അവൻ അങ്ങനെയാണ്, അവൾ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. സമൂഹത്തിൽ നിന്ന് വരുന്ന ഇങ്ങനെയുള്ള ടോക്കും കൂടെ നിങ്ങളുടെ തലയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുറേയൊക്കെ അങ്ങനെ ആയി പോവുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ചെറുപ്പകാലത്ത് തന്നെ എവിടെന്നെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുള്ള ചില അവസരങ്ങളൊക്കെ കിട്ടുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ചിലപ്പോൾ നെഗറ്റീവായിരിക്കും. അതായത് നിനക്ക് പറയാൻ അറിയില്ലെങ്കിൽ മിണ്ടാതെ അവിടെ ഇരുന്നാൽ പോരെ എന്നൊക്കെയുള്ള ചില നെഗറ്റീവായുള്ള സംസാരങ്ങളൊക്കെ ഇവരുടെ ലൈഫിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇത് ഒരു 2-3 വർഷമൊക്കെ ഇങ്ങനെ ആവർത്തിക്കുമ്പോഴേക്ക് ഇയാൾ പൂർണ്ണമായിട്ടും ഒറ്റപ്പെടുന്നൊരവസ്ഥയിലേക്ക് ഇങ്ങനെ പോവും. ഇതിൻ്റെ കാരണം അയാൾ ജീവിച്ചു വളർന്ന സമൂഹമാണ്, അയാളുടെ പാരൻസും അയാളുടെ കുടുംബവും ഒക്കെ തന്നെയാണ്. ഒരിക്കലും ഇത് എൻ്റെ തെറ്റാണെന്ന് വിചാരിച്ച് നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്താതിരിക്കുക. ഇതുപോലെ ഒരു ക്ലോസ്ഡ് ബോക്സിൽ, ഒരു ക്ലോസ്ഡ് സർക്കിളിൽ പെട്ടുപോയ ഒരാൾ കുറച്ച് കഴിയുമ്പോൾ ഒരു 10ാം ക്ലാസ് +2 ഒക്കെ എത്തുമ്പോൾ ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും ഇയാളുടെ ഉള്ളിൽ ഈ ഒരു ഭയം വല്ലാതെ ഇങ്ങനെ പ്രോഗ്രാംഡായി കിടക്കുന്നുണ്ടാവും. ഞാൻ സംസാരിക്കാത്തതാണ് നല്ലത്, എനിക്ക് ഫ്രണ്ട്സിനൊന്നും ഉണ്ടാക്കാനുള്ള കഴിവില്ല, ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ജീവിച്ച് പോവാം എന്നുള്ള ഒരു രീതിയിൽ ഒരു പെർഫെക്ഷനിസം ക്യാരക്ടർ ഇവരിലേക്ക് ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ ജീവിക്കാൻ നോക്കും. പക്ഷെ ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ ഇത് കാരണം ഇവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇവരുടെ ലൈഫൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇവർക്ക് മറ്റുള്ള ഓപ്പൺ ആയിട്ടുള്ള ആളുകളെക്കാൾ ഡിസ്ട്രാക്ഷൻസ് ഒരുപാട് കുറവായിരിക്കും. നന്നായിട്ട് പഠിക്കാൻ കഴിയുന്നുണ്ട്, ഒരുപാട് വിജയങ്ങൾ നേടാൻ കഴിയുന്നുണ്ട്, എല്ലാം നേടാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഒരൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ, ഞാനിങ്ങനെ ഒറ്റപ്പെട്ടു പോയ ഒരു വ്യക്തി ആയിപ്പോയോ എന്നുള്ളൊരു സംശയം മാത്രം. ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള ആളുകൾ ഇവരുടെ ഈ ക്യാരക്ടറിന് നല്ല രീതിയിൽ റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് ഇവർ അംഗീകരിച്ച് തരില്ല. ഇപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒരു പ്രശ്നം അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ചുറ്റിലുള്ള ആളുകൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ മൂല്യങ്ങൾ അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെങ്കിലും നിങ്ങൾക്കത് പോരാ എന്നുള്ളൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇവിടെ മുതലാണ് നിങ്ങളിലേക്ക് ഒരു മാറ്റം നിങ്ങൾ കൊണ്ടുവരേണ്ടത്. നിങ്ങളിപ്പോൾ 31 വയസ്സിലാണെങ്കിലും 40 വയസ്സിലാണെങ്കിലും നിങ്ങൾക്ക് ചേഞ്ച് ആവാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. നിങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് താമസിക്കുകയാണെന്ന് വിചാരിക്കാം, ഒരു സമൂഹത്തിൽ താമസിക്കുകയാണ്. അവിടെ നിന്ന് നിങ്ങൾ പെട്ടെന്ന് വീടൊക്കെ ഒഴിവാക്കി വേറൊരു സ്ഥലത്തേക്ക് മാറി എന്ന് വിചാരിക്കാം, വേറൊരു ഡിസ്ട്രിക്റ്റിലേക്ക് മാറി എന്ന് വിചാരിക്കാം. നിങ്ങൾ ഫാമിലി ആയിട്ട് അവിടെ താമസിക്കാൻ പോകുന്നത് മുതൽ നിങ്ങൾ ആരാണെന്ന് എല്ലാവരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, പലതും സംസാരിച്ചുകൊണ്ടിരിക്കും. അവിടെ ഒരു പുതിയൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കില്ലേ? എന്ന് വെച്ചാൽ പഴയ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു, അത് ഇവിടെ പറയേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ഒരു പുതിയ വ്യക്തിയായിട്ട് ജീവിക്കാൻ നിങ്ങൾ ശ്രമിക്കും, അല്ലേ?
ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് നിങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സിലേക്കും നിങ്ങളുടെ അടുത്ത ആളുകളിലേക്കും നിങ്ങളുടെ സ്വഭാവം നിങ്ങൾക്ക് പതിയെ പതിയെ ഒന്ന് കാണിച്ചു തുടങ്ങാൻ പറ്റും. ഒരു പുതിയ സ്വഭാവം കാണിച്ചു തുടങ്ങാൻ പറ്റും. അവർ അത് അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതൊന്നും നിങ്ങളുടെ മാറ്റർ അല്ല. നിങ്ങളിവിടെ ഒരു ധൈര്യത്തോടു കൂടി മുന്നോട്ട് ഇറങ്ങുകയാണ് വേണ്ടത്. നിങ്ങൾ എന്നും കാണുന്ന, ഇതുവരെ നിങ്ങളൊന്നും സംസാരിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തിയോട് എന്തെങ്കിലുമൊക്കെ നിങ്ങളൊന്ന് ചോദിക്കുക വെറുതെ. അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ചില റെസ്പോൺസുകൾ വരുമല്ലോ. ആ റെസ്പോൺസ് നിങ്ങളുടെ ഇമോഷൻസിന്റെ മുകളിലേക്ക് കൊടുക്കുന്ന ഒരു സ്വാധീനമുണ്ട്. ആ സ്വാധീനത്തിനെ സ്ട്രെങ്തൻ ചെയ്യാൻ കഴിഞ്ഞാൽ, അതായത് ആ ഇമോഷൻസിനെ ഒരു സ്ട്രെങ്ത്ഫുൾ ആയിട്ടുള്ള ഇമോഷൻസ് ആക്കി നിങ്ങൾക്ക് മാറ്റാൻ കഴിഞ്ഞാൽ നിങ്ങൾ വിജയിച്ചു. അതായത് ഒരാൾ എന്തെങ്കിലുമൊക്കെ പറയാൻ വന്നു എന്ന് വിചാരിക്കാം. ആ കേട്ട കാര്യം ഒരുപാട് നേരം തലയിൽ വെക്കാതെ, അതിൻ്റെ മുകളിൽ ഒരുപാട് ഓവർ തിങ്ക് കൊടുക്കാതെ, അത് വെറും ഒരു കമ്മ്യൂണിക്കേഷനായിട്ട് മാത്രം കാണാൻ നിങ്ങൾ ശ്രമിക്കുക. ഇവിടെ മുതൽ നിങ്ങളുടെ വിജയം തുടങ്ങാണ് സുഹൃത്തെ. അതിനുശേഷം നിങ്ങൾക്ക് അയാളുടെ ഫോൺ നമ്പർ വാങ്ങിക്കാം. നല്ലൊരു കോൺടാക്റ്റ് ആവശ്യമെങ്കിൽ മാത്രം കീപ്പ് ചെയ്യാം. അതേപോലെ നിങ്ങൾ മീറ്റ് ചെയ്യുന്ന ഓരോ ആളുകളും നിങ്ങൾക്ക് വർത്താണെങ്കിൽ മാത്രം നിങ്ങൾ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാം. ഒറ്റപ്പെടൽ മറികടക്കാൻ വേണ്ടി വേണ്ടാത്ത ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒറ്റപ്പെട്ട ലൈഫ്. ഇതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഒരു കാറ്റഗറി ആളുകൾ ഇങ്ങനെ